നിങ്ങൾക്ക് സ്കൂളിൽ ഗ്ലാസ് പ്ലേറ്റ് ചെയ്യിച്ചിട്ടുണ്ടോ? ഗ്ലാസ് പ്ലേറ്റ് ചെയ്യിച്ചിട്ടുണ്ട്. ഗ്ലാസ് വരയ്ക്കുന്നുണ്ടോ? ചെയ്തല്ലേ ഇപ്പൊ ചെയ്യാൻ അറിയാവുന്ന കേസാണോ? കുഴപ്പമില്ല, ചെയ്യാൻ അറിയാമെങ്കിൽ കുഴപ്പമില്ല. ഗ്ലാസ് പ്ലേറ്റ് കൂടെ നോക്കിയിട്ട് സ്ക്രൂ ചെയ്ത് നിർത്താം പോലെ. ടേബിൾ വരയ്ക്കാൻ ക്ലിയർ ആണോ? ഇനി ഈ സെയിം ടേബിൾ തന്നെയാണ് ഗ്ലാസ് പ്ലേറ്റിന് വരുന്നത്. ഗ്ലാസ് പ്ലേറ്റ് വന്നാലും സ്ക്രൂ ഗേജ് വന്നാലും ഈ വയർ വന്നാലും ടേബിളിന് മാറ്റമൊന്നുമില്ല. ഫസ്റ്റ് ടേബിൾ എന്താ എഴുതും? ഡയമെൻഷൻ. സെക്കൻഡ് ടേബിൾ അപ്പൊ ഡയമെൻഷനകത്ത് എന്താ എഴുതുക? ഡയമെൻഷനകത്ത് എഴുതേണ്ടത് വോളിയം ഓഫ് ഗ്ലാസ് പ്ലേറ്റ് അല്ല, നമുക്ക് സ്ക്രൂ ഗേജ് വോളിയം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. തിക്നെസ് ഓഫ് ഗ്ലാസ് പ്ലേറ്റ്. വയർ ആണെങ്കിൽ എന്ത് എഴുതും? ഡയമീറ്റർ ഓഫ് ഗ്ലാസ് ഗിവൺ വയർ. അപ്പൊ തിക്നെസ് കണ്ടുപിടിക്കാനും മറ്റേ കണ്ടുപിടിക്കാനും സെയിം ടേബിൾ തന്നെ. പക്ഷെ നമ്മൾ റിസൾട്ട് എഴുതുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി എഴുതും. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തിക്നെസ് നമ്മൾ ഗ്ലാസ് പ്ലേറ്റ് വെച്ച് കണ്ടുപിടിക്കും. വോളിയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? വോളിയം കണ്ടുപിടിക്കാൻ വേറെ ഇക്വേഷനാണ്. ഗ്ലാസ് പ്ലേറ്റിന്റെ വോളിയം കണ്ടുപിടിക്കാനായിട്ട് ഏരിയ ഇൻറ്റു തിക്നെസ് ആണ്. പക്ഷെ നമുക്ക് ഏരിയ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല, ടേബിളിൽ നിന്ന് കിട്ടില്ല. ടേബിളിൽ നിന്ന് എന്തേ കിട്ടുള്ളൂ? തിക്നെസ്സേ കിട്ടുള്ളൂ. നമുക്ക് ആ തിക്നെസ് എടുത്തോണ്ട് നോക്കാം. തിക്നെസ് നോക്കാനായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് തരുന്നത് ഒരു നോർമൽ ഗ്ലാസ് പ്ലേറ്റ് ആണെങ്കിൽ, സാധാരണ ഗ്ലാസ് പ്ലേറ്റ് ആണെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് അതല്ല, പൊട്ടിയ ഗ്ലാസ് പ്ലേറ്റ് നമുക്ക് എടുത്തിട്ട് അതിന്റെ ഏരിയ എടുക്കാൻ അതിനകത്തുനിന്ന് ഗ്രാഫ് നമ്മൾ അപ്പോൾ ഇതാണ് നമുക്ക് തരുന്ന ഗ്ലാസ് പ്ലേറ്റ് എന്ന് കരുതുന്നത്. ഒരു ഡിഫറൻറ്റ് ഷേപ്പ് ആയിരിക്കും. ഈ ഗ്ലാസ് പ്ലേറ്റ് ആണ് തരുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പണി, ഗ്ലാസ് പ്ലേറ്റിന് നമ്മുടെ ഗ്രാഫ് എടുത്തിട്ട് അത്യാവശ്യം നല്ല ഗ്രാഫിന്റെ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് വെക്കുക. വെക്കുമ്പോൾ എപ്പോഴും സ്ക്വയർ മാക്സിമം അകത്താക്കാൻ നോക്കുക. അപ്പോൾ നോക്കിയത് ഇതിവിടെ വെച്ചിരുന്നു കഴിഞ്ഞാൽ കണ്ടതാണ്, കണ്ടോ? അപ്പൊ എന്ത് വരയ്ക്കണ്ട? ഈ സൈഡ് വരയ്ക്കണ്ട, ഇപ്പുറത്തെ രണ്ട് സൈഡ് വരച്ചാൽ മതി. അപ്പൊ നമ്മള് ഇപ്പുറത്തെ ഈ സൈഡ് ഒന്ന് വരച്ചു, ഈ സൈഡ് നമ്മൾ വരച്ചു, കണ്ടോ? ഇതുകൊണ്ട് നമ്മൾ നടുക്ക് വെക്കുകയാണെന്നുള്ള പ്രശ്നം ചുറ്റും നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ അറ്റത്തൊന്ന് വരയ്ക്കുക, കോർണറിൽ വെക്കുക, എക്സിൽ വെക്കുക. എന്നിട്ട് ഇതിനകത്ത് ആകെ എത്ര നൂറുകളുണ്ടെന്ന് കണ്ടുപിടിക്കും. ഈ ഗ്രാഫ് കണ്ടോ? ഇതൊരു 100ന്റെ ബോക്സാണ്, ഇതൊരു 100ന്റെ ബോക്സ്, ഇതൊരു 100, ഇതൊരു 100. അപ്പം 100ന്റെ എത്ര എണ്ണം? 1, 2, 3, 4. അപ്പൊ 100ന്റെ എത്ര എണ്ണമായി? 4 എണ്ണം. 400 mm². ഏരിയ അല്ലേ? ഇനി അടുത്ത് നോക്കേണ്ടത്, ഇതൊരു 100 എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മള് അതിനകത്ത് നോക്കി, ഈ ഒരു ബോക്സ് 25ആണ്. 25ന്റെ എത്ര എണ്ണം നമ്മൾ എണ്ണാൻ പോവാം. ഓക്കെ, ഇതൊരു 25 ആണല്ലോ, ഫുള്ള് ഇതിനകത്തുണ്ടല്ലോ, നമ്മുടെ ലൈനകത്തുണ്ടല്ലോ. 25ന്റെ 1, 2, 3, 4. പെൻസിലിൽ അത് എഴുതിക്കോണം കേട്ടോ. ഇത് നോക്കുമ്പോ ഇതെടുക്കാം 5, കണ്ടോ? 25ന്റെ ഈ വര കണ്ട്, ഈ പച്ച വര നമ്മുടെ വരയ്ക്ക് അകത്ത് കിടക്കുന്നത്. പക്ഷെ ഇപ്പുറത്തെ കുഞ്ഞു ബോക്സ് കിട്ടിയിട്ടുമില്ല. ഈ ഒരു സെല്ലിന്റെ മേജർ പോർഷനും നമ്മുടെ വരയ്ക്കകത്താണെങ്കിൽ അത് കൗണ്ട് ചെയ്യണം, അകത്തല്ലെങ്കിൽ കൗണ്ട് ചെയ്യരുത്. ഇതിപ്പോ ഒരു കുഞ്ഞു സെല്ലല്ലേ, ഈ സെല്ലിലൂടെ ആ ഗ്ലാസ് പ്ലേറ്റിന്റെ വര ഇങ്ങനെയാണ് കടന്നു പോയേക്കുന്നത്. അപ്പൊ മേജറും ഗ്ലാസ് പ്ലേറ്റ് പുറത്താണ്, അപ്പൊ ഇത് എടുക്കരുത്.
ചിലപ്പം സെല്ലിന്റെ വര നമ്മുടെ ഗ്ലാസ് പ്ലേറ്റിന്റെ വര സെല്ലിന്റെ അകത്തൂടെ മേജർ ഇങ്ങനെ പോകും, മൈനർ പുറത്തും മേജർ അകത്തും. അപ്പൊ ഇത് ഒന്നായിട്ട് കണക്ക് കൂട്ടണം. നമ്മുടെ ഈ ഔട്ട്ലൈൻ ഇല്ലേ, ഇപ്പൊ ഈ കാണുന്നത് ഇത് കണ്ടതാ, ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റാത്ത, അതായത് ഇവിടെ അങ്ങോട്ട് നമുക്ക് കൗണ്ട് ചെയ്യാം. പുറത്തോട്ട് കുറച്ചേ ഉള്ളൂ, അകത്തോട്ട് കൂടുതലുണ്ട്. അപ്പൊ അത് കൗണ്ട് ചെയ്യണം. അപ്പൊ ഇതൊരു 25ആണ്. 6, 7, 8, 9, 10. അപ്പൊ 25ന്റെ 10 എണ്ണം 250 mm². ഇനി ബാക്കിയെല്ലാം 1 mm-ന്റെയാണ്. 1 mm-ന്റെ എത്ര എണ്ണം നോക്കാം. 1 mm-ന്റെ എത്ര എണ്ണമെങ്കിൽ ഇത് എടുക്കാൻ പറ്റുമെങ്കിൽ ഒന്നും എടുക്കാൻ പറ്റില്ല. കണ്ടോ, എല്ലാം മെജോറിറ്റി സാധനങ്ങൾ പുറത്താണ്, ശരിയുള്ള അകത്ത്. പക്ഷെ ഇവിടെ വരുമ്പോൾ താഴോട്ടുള്ളത് കുറവും മേലോട്ടുള്ളത് കൂടുതലും. അപ്പൊ എന്താ, ഇവിടെ നിങ്ങോട്ട് 2 എണ്ണം എടുക്കേണ്ടത്. 2, 3, 4, 5, 6, 7, 8. 8 എണ്ണം അകത്തുണ്ട്. ഈ ഒരു 25ന്റെ ബോക്സ് ഉണ്ടോ, ആ 25ന്റെ ബോക്സ് എത്ര എണ്ണം പുറത്തു പോയിട്ടുണ്ടോ നോക്കി. 1, 2, 3, 4 എണ്ണം പുറത്തു പോയി. അപ്പൊ 25-ൽ 4 എണ്ണം പുറത്തു പോയാൽ ബാക്കി എത്ര എണ്ണം ഉണ്ട്? 21-ഉം ഈ 8 കൂടെ ചേർത്താൽ 29. ഈ സൈഡ് 29 എണ്ണം കിട്ടി. ഇനി നോക്കണത് ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ടോ നോക്കി. 3, 6, 8, 10, 12, 13, 14. 14 എണ്ണം ഇതുപോലെ എഴുതി വെച്ചോണം, അല്ലെ തെറ്റുമില്ല നമ്മള്. ഇതെടുക്കാൻ പറ്റുമോ? പുറത്താണ് ഒരെണ്ണം, ഒരെണ്ണം പുറത്ത്. ബാക്കി 10 എണ്ണം ഉണ്ട് അകത്ത്. 24 എണ്ണം അകത്തുണ്ട്. കണ്ടോ, ഇത് കൗണ്ട് ചെയ്ത് മാറ്റി, ഇതും കൗണ്ട് ചെയ്ത് മാറ്റി. ഇത് നോക്കി, ഇതില് എത്ര എണ്ണം പുറത്തുണ്ടോ നോക്കി. 3, 6, 8, 10, 11 എണ്ണം പുറത്തു കൊടുക്കും. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 14 എണ്ണം അകത്തെടുക്കും. മനസ്സിലായത് എങ്ങനെ എടുക്കുന്നത്? നമ്മൾ ഏതാ കൗണ്ട് ചെയ്ത്? ഇതാണ് കൗണ്ട് ചെയ്ത് കേട്ടോ. അടുത്തത് ഈ വരയ്ക്കകത്ത് എത്ര എണ്ണം ഉണ്ടോ നോക്കി. 2 എണ്ണം അകത്തുണ്ട്. 2 എണ്ണം അകത്തുണ്ട്. ഈ പോർഷൻ ഇങ്ങോട്ട് പോകുമ്പം 2 പേര് പുറത്തു പോയി. പക്ഷെ ഈ പോയ ഇതിനെ കണ്ടത്, ഈ പുള്ളി ഇച്ചിരിയെ പുറത്തു പോയിട്ടുള്ളൂ, ബാക്കി മേജർ അകത്താ. ഒരെണ്ണമായിട്ട് എടുക്കണത്. അപ്പൊ പുറത്ത് എത്രണ്ണേ ഉള്ളൂ? ഒരെണ്ണേ പുറത്തു പോകും. ബാക്കി എത്ര കിടക്കുന്നത്? 24. കൗണ്ടിങ് എങ്ങനെ പിടി കിട്ടിയോ? കൂട്ട് 29, 24, 24, 29, 14, 24, 14, 24, 14, 26, 107 എണ്ണമുണ്ട്. കണ്ടോ, ഇസ് ഈക്വൽ ടു 107 mm². കൂട്ട് 400, 250, 107, 757 mm² ആണ് കിടക്കുന്നത്. നമുക്ക് മീറ്റർ² വന്നു. mm-നെ മീറ്റർ ആക്കാനായിട്ട് 10⁻³ ആണ്. അപ്പൊ mm²-നെ മീറ്റർ² ആക്കാനായിട്ട് എത്രയാണ്? 10⁻³ the whole square. That is 10⁻⁶. മനസ്സിലായോ? അപ്പൊ നോക്കി, 757 mm² ഇൻറ്റു 10⁻⁻6 കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ 757 ഇൻറ്റു 10⁻⁻6 മീറ്റർ². ഇതാണ് ഏരിയ ഫ്രം ഗ്രാഫ്. ഏരിയ ഫ്രം ഗ്രാഫ്. ഇനി എന്ത് കണ്ടുപിടിക്കും? നമ്മൾ ഇവിടെ നിന്ന് തിക്നെസ് കണ്ടുപിടിക്കും. തിക്നെസ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മളിവിടെ എന്ത് എഴുതും? തിക്നെസ് ഓഫ് ഗ്ലാസ് പ്ലേറ്റ്. ഈ മീൻ വാല്യൂ എടുത്തിവിടെ എഴുതും. ഏരിയ ഫ്രം ഗ്രാഫ് എന്തെഴുതും? ഇതെഴുതും. വോളിയം ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ഈ തിക്നെസ്. ലെങ്ത് അല്ല, തിക്നെസ്. വോളിയം നമുക്ക്. അപ്പൊ ഇവിടെ മീറ്റർ² ഉണ്ട്, ഇവിടെ തിക്നെസ് മീറ്റർ കിടപ്പുണ്ട്. മീറ്റർ² ഇൻറ്റു മീറ്റർ, മീറ്റർ³ ആയിട്ട് പറഞ്ഞിടയ്ക്ക് അത് കയറിയോ? ഗ്രാഫ് ഓക്കെ ആണോ? അപ്പൊ ഇത് വെച്ച് എന്ത് ചെയ്യാം? ഗ്ലാസ് പ്ലേറ്റ് വെട്ടാൻ റീഡിങ് തിക്നെസ് ഓഫ് ഗ്ലാസ് പ്ലേറ്റ് ഓക്കെ ആണോ? തിക്നെസ് ഓഫ് ഗ്ലാസ് പ്ലേറ്റ്